സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞാലേ ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയോടടുപ്പിച്ചാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായത്. അതായത് മറുനാടൻ മലയാളി പുറത്തുവിട്ട ഒരു വാർത്ത മമ്മൂക്കയ്ക്ക് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്. മമ്മൂക്കയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം അത് ഒരു ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്ന പോലെ, അതായത് അദ്ദേഹത്തിന് ആധികാരികമായിട്ട് അറിയുന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏതോ ഒരു ആൾക്കാർ പറയുന്ന കണക്ക് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ, അതായത് വരുണെന്ന് പറയുന്ന ഏതോ ഒരുത്തൻ, അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത് ഇവൻ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. കാര്യം വരുൺ എന്ന് പറയുന്നത് ഏതോ ഒരുത്തനാണ് മഹേഷ് നാരായണൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് മമ്മൂക്കയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഒക്കെ, അതുകൊണ്ട് എൻ്റെ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ് ചെയ്യുകയും അതിന് ആരോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന പ്രശ്നമാണ് മമ്മൂക്കയ്ക്ക് എന്നൊക്കെ പറയുകയും ചെയ്തത്. അപ്പോൾ ഈ വരുണിൻ്റെ ഒരു ട്വീറ്റ് ആധാരമാക്കിയിട്ടാണ് മറുനാടൻ മലയാളിയുടെ ഒരു വാർത്ത നമ്മൾ കാണുന്നത്. അതിനകത്ത് ഈ വരുണിൻ്റെ പേര് ഈ മറുനാടൻ മലയാളിയുടെ അവതാരകൻ പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു പറയുന്നുണ്ട് വരുണിൻ്റെ വാർത്തയിലൂടെ അത് മനസ്സിലാക്കിയുള്ള കാര്യം. അപ്പോൾ ഈ വരുണിനെ ആരാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയെന്നോ വരുൺ ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ മഹേഷ് നാരായണൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന ആളാണോ വരുൺ, അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും ഏതായാലും വരുണിൻ്റെ ഒരു ട്വീറ്റിനെ ആധാരമാക്കി പല പല വീഡിയോകൾ ചെയ്തു. മമ്മൂക്കയ്ക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പല ആൾക്കാർ ഇന്നലെ മൊത്തം വീഡിയോ ചെയ്തു. ഞാൻ പക്ഷേ ഇന്നലെ ഒരു വീഡിയോയും ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി മമ്മൂക്കയുടെ ഒരു PR ടീം തന്നെ അത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ തെറ്റാണ്, മമ്മൂക്കയ്ക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം ഒരു താൽക്കാലിക അവധി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചില വീഡിയോകൾ കാണുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചില വീഡിയോകൾ ചെയ്യുന്നുണ്ട്, മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ പോലുള്ള ഒരു വലിയ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ അവധി എടുക്കുമോ, അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മമ്മൂക്ക ഇതിനു മുമ്പും ഒരുപാട് സിനിമകളുടെ ഷൂട്ട് പകുതിക്ക് വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ പൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ 2 ഷെഡ്യൂൾ പൂർത്തിയായി ബാക്കിയുള്ളപ്പം അദ്ദേഹം പല വിദേശ യാത്രകളും കുടുംബത്തിനോടൊപ്പം നടത്തിയതായിട്ടും അല്ലാതെ അദ്ദേഹം വിശ്രമിക്കുന്നതായിട്ടും ഒക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രായം ഈ സെപ്റ്റംബർ ആകാൻ വേണ്ടി 74 വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ള വിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം. പിന്നെ ഒരാൾ ചോദിക്കുന്നത് കേട്ട് മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ളൊരു അസുഖം ഉണ്ടെന്ന് പറയുമ്പം മമ്മൂക്കയോ അല്ലെങ്കിൽ ദുൽഖറോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കുടുംബാംഗങ്ങളോ ആരും മുന്നോട്ട് വന്ന് ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ തെറ്റാണെന്ന് പറയാത്തത് എന്ത് എന്നൊക്കെ ചോദിക്കുന്നത്. തെറ്റാണെന്ന് മമ്മൂക്കയും മമ്മൂക്കയുടെ കുടുംബവും മമ്മൂക്കയ്ക്കെതിരെ പല കാലത്തും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നപ്പം പോലും മമ്മൂക്കയുടെ കുടുംബവും ഒന്നും അതിന് മറുപടി പറയാൻ മുമ്പോട്ട് വന്ന് നമ്മൾ കണ്ടിട്ടില്ല. അതിന് പകരമാണ് ഇന്നലെ മമ്മൂക്കയുടെ PR ടീം എന്ന് പറയുന്ന ആൾക്കാർ ഇന്നലെ വൈകിട്ട് തന്നെ ഈ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ വാസ്തവ വിരുദ്ധമാണ്, അതായത് ശരിയായിട്ടുള്ളൊരു വാർത്തയല്ല, മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്ന കണക്ക്, ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കണക്ക് മമ്മൂക്ക ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്നും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ രീതിയിലുള്ള പറയുന്നത്. ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടപ്പം കുറച്ചുകൂടെ വലിയ രീതിയിലൊക്കെയാണ് അതിനകത്ത് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഹോസ്പിറ്റൽ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും മമ്മൂക്ക അവിടെ ഒരു അഡ്മിറ്റ് ആയെന്നോ അല്ലെങ്കിൽ അവിടെ പരിശോധനകൾ നടത്തിയെന്നോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നതാണെന്നോ അവർ പോലും പുറത്തു വിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് മമ്മൂക്കയെ പോലുള്ളൊരു സെലിബ്രിറ്റി അവിടെ ഒരു ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിവരങ്ങൾ അവർ പുറത്തുവിടും. പിന്നെ ഇപ്പോൾ ചെന്നൈ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, ഈ പറയുന്ന രീതിയിലുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ മമ്മൂക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരും അപ്പോഴത്തന്നെ അവിടെ പറന്നെത്തുകയും മമ്മൂക്കയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഇവിടെ ആരുടെ ഭാഗത്തുനിന്നും, അതായത് ഇവിടുത്തെ മുൻനിര നായകന്മാരും അല്ലെങ്കിൽ മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ അവരുടെയൊക്കെ സിനിമകളിലെ ഷൂട്ടിങ്ങുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ അവരുടെ മേഖലകളിൽ ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് അത്ര ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നിർത്തി വെച്ചിട്ട് അവിടെ ചെല്ലാൻ മമ്മൂക്കയായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇത് നമ്മൾ എങ്ങനെ നോക്കിയാലും ഈ വാർത്ത ഒരു ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ പണ്ടൊരു കാലത്ത് ലാലേട്ടനെ കുറിച്ച് ഇത്രയും ഒരു വാക്കുകൾ, ഇപ്പം മണിച്ചിത്രത്താഴിൻ്റെ ഏതാണ്ട് വിജയത്തിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇതിലും കടുത്ത വാക്കുകൾ അന്ന് സുരേഷ് ഗോപിയെക്കുറിച്ച് ഓരോ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ പലരെക്കുറിച്ച് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇതിനൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ആധാരമായിട്ട് വരുൺ എന്ന് പറയുന്നത്, അയാൾ ആരാണെന്ന് എനിക്കറിയില്ല, അയാൾ എന്താണെന്ന് എനിക്കറിയില്ല, അയാളുടെ ട്വീറ്റ് ശരിക്കും ഞാൻ കണ്ടതുപോലുമില്ല. അപ്പോൾ ഈ വരുൺ ചെയ്തൊരു ട്വീറ്റിൽ പിടിച്ചിട്ടാണ് ഈ മറുനാടൻ മലയാളി ഒരു വാർത്ത ചെയ്യുകയും മറുനാടൻ മലയാളി
മലയാളിയുടെ വാർത്ത കണ്ടതിന് ശേഷമാണ് ഇന്നലെ ഉള്ള യൂട്യൂബേഴ്സ് എല്ലാവരും ചറപറ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരികയും ചെയ്തത്. അപ്പം ഈ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മൂക്കയ്ക്ക് അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന വരുൺ എന്ന് പറയുന്ന തലയ്ക്ക് സുഖമില്ലാത്തവൻ, അങ്ങനെ എനിക്ക് പറയേണ്ടി വരും. കാര്യം അല്ലെങ്കിൽ അവനെ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ കുടുംബങ്ങളോ ചുമതലപ്പെടുത്തണം. ഒരാൾക്കൊരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു പറയേണ്ടുന്നത് അവരും അവരുടെ കുടുംബവുമാണ്. അത് പുറത്തു പറയാൻ മറ്റാർക്കും യാതൊരുവിധ റൈറ്റും ഇല്ല. പിന്നെ അത്തരത്തിലുള്ള ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് മാത്രമാണ്. അല്ലാതെ മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ എന്തിന് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഒരു പൊതുജന മധ്യത്തിൽ അത് പരസ്യമാക്കി പറയാൻ, അല്ലെങ്കിൽ അത് പൊതുജന മധ്യത്തിൽ അതിനെക്കുറിച്ചൊരു സൂചന കൊടുക്കാൻ എനിക്കോ മറ്റാർക്കും യാതൊരുവിധ റൈറ്റുകളും ഇല്ല. അല്ലെങ്കിൽ അവരുടെ കുടുംബം നമ്മളെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സായിട്ട് അത് ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സായിട്ട് പുറത്ത് പറയണം. അപ്പോൾ ഈ വരുൺ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇപ്പം വരുൺ തുടക്കം കുറിച്ച് ഒരെണ്ണത്തിന് മറുനാടൻ മലയാളി ഏറ്റെടുക്കുമ്പം പിന്നെ അതിൽ പിടിച്ചിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വ്യൂസും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാം ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരൊറ്റ കാര്യമുണ്ട്. മമ്മൂക്കയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള താല്പര്യമുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. കാര്യം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വന്നതിന് ശേഷം എത്രമാത്രം വിഷമങ്ങളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം സംഘർഷങ്ങളാണ് അവരുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിട്ടുള്ളതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഈ വാർത്ത കണ്ടതിന് ശേഷം എനിക്കൊരു വീഡിയോ പോലും ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചത് ഇനി യൂട്യൂബും വേണ്ട, വീഡിയോയും വേണ്ട, ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ ആലോചിച്ചത്. കാര്യം പിന്നെ ഈ പറഞ്ഞ കണക്ക് രാത്രിയിൽ ഈ ഒരു PR ടീമിൻ്റെ ഒരു സ്ഥിരീകരണം മമ്മൂക്കയ്ക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇനി വീഡിയോ ചെയ്യാം എന്ന് പോലും ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ ആ യൂട്യൂബും ആ വീഡിയോയും എല്ലാം ഇതോടുകൂടി ഇന്നലത്തെ എൻ്റെ രാവിലെ ഞാൻ ബസുക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഇട്ടിട്ട് അതിനുശേഷം ഞാൻ പിന്നെ അത് ചെയ്യില്ലായിരുന്നു, ഒന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഈ പറഞ്ഞ കണക്ക് ഞാനും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന മമ്മൂക്കയുടെ PR ടീം, അതായത് മമ്മൂക്ക അല്ലെങ്കിൽ ദുൽഖറെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് അവരുടെ PR ടീം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് എനിക്കും വിശ്വാസം. കാര്യം മമ്മൂക്കയ്ക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. കാര്യം ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ളൊരു വാർത്തകൾ വരുമ്പം മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെ ആരാധിക്കുന്ന പ്രേക്ഷകർ മാത്രമല്ല, അദ്ദേഹം സാമ്പത്തിക സഹായം നൽകുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിൻ്റെ സഹായം പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുമ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിവരം കിട്ടാത്തപ്പം അവരൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അതൊന്നും ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഈ ഒരു ആരും ചുമതലപ്പെടുത്താതെ ഒരു ട്വീറ്റ് ചെയ്ത വരുണെന്ന് പറയുന്നവനോ, അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കാൻ ശ്രമിച്ച മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലോ, അല്ലെങ്കിൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസും ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്ന മറ്റു ചില ആൾക്കാർക്കോ അവർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല. ഒരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഉത്കണ്ഠ, ഒരു ഭയം, ഒരു വിഷമം എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മമ്മൂക്ക ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, അദ്ദേഹത്തിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യം കാണും. പ്രത്യേകിച്ച് ഇപ്പം റംസാൻ മാസമാണ്. അദ്ദേഹം നൊയമ്പെടുക്കുന്ന ആളാണ്. അപ്പോൾ നൊയമ്പെടുക്കുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ 73 വയസ്സ് കഴിഞ്ഞ് 74 വയസ്സിലേക്ക് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ഷീണം ഉണ്ടാവും. കാര്യം ഇപ്പോൾ ആഹാരമൊന്നും രാവിലെ കഴിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമയം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള ക്ഷീണം. പിന്നെ നമുക്കറിയാം ഇപ്പം ഒരു ഫൈറ്റ് സീനുകളെല്ലാം പണ്ടത്തെ പോലല്ല. ഇപ്പോൾ കാര്യമായിട്ടുള്ള ഡ്യൂപ്പിനെ ഒന്നും ഉപയോഗിക്കാതാണ് മമ്മൂക്ക. കാര്യം ഇന്നത്തെ കാലം അതായി പോയതുകൊണ്ട് ഇപ്പം മമ്മൂക്ക തന്നെ പറഞ്ഞ കണക്ക് ഡ്യൂപ്പിനെ സ്വന്തമായിട്ട് ചെയ്തിട്ട് വരുമ്പം തന്നെ പല ആൾക്കാരും പറയുന്നത് ഡ്യൂപ്പിനെ വെച്ചിട്ട് ചെയ്തതല്ലേ എന്ന് ചോദിക്കുമെന്ന് മമ്മൂക്ക കുറച്ച് നാളിന് മുമ്പ് എവിടെയോ പറയുന്നത് കേട്ട്. അപ്പോൾ ഡ്യൂപ്പിനെ പോലും വെക്കാതെ ഈ 73-ാം വയസ്സിലൊക്കെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുമ്പം, അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ഷീണങ്ങളുണ്ടാവും. അതിനെയൊക്കെ മറ്റൊരു അസുഖങ്ങളായിട്ട് വ്യാഖ്യാനിക്കേണ്ടെന്ന കാര്യമില്ല. ഈ പറഞ്ഞ കണക്കും മമ്മൂക്ക പൂർണ്ണ ആരോഗ്യമാണ്. കാര്യം അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ടീം തന്നെ പറഞ്ഞിരിക്കുന്നതിനകത്ത് എനിക്ക് വായിക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ April 6 മമ്മൂക്ക ഈ സിനിമയുടെ ഷൂട്ടിൽ, മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിലേക്ക് വീണ്ടും റീജോയിൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവർ അത്തരത്തിലുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ April 6 എന്ന് പറയുന്നൊരു ഡേറ്റ് പറയുമ്പം ഈ മാധ്യമങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ കൊട്ടി ആഘോഷിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ കൊട്ടി പ്രചരിപ്പിക്കുന്ന കണക്ക് മമ്മൂക്കയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു April 6 എന്ന് പറയുന്നൊരു ഡേറ്റ് ഒരിക്കലും അവർക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം അതിൻ്റെ അതിനുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതല്ല, മമ്മൂക്കയ്ക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസേ ഉള്ളായതുകൊണ്ട് ഇപ്പോൾ ഈ ക്ഷീണങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു March 16-17 ആയി. അപ്പോൾ 2 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം April 6 എന്നവർ പറയുമ്പം അദ്ദേഹത്തിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മമ്മൂക്ക ഈ സിനിമയിലേക്ക്, ഷൂട്ടിലേക്ക് അദ്ദേഹം റീജോയിൻ ചെയ്യും. നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. മമ്മൂക്കയുടെ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ബസുക്ക, കളങ്കാവൽ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കും. താങ്ക് യു.